ISROയുടെ PSLV C61 ദൗത്യം പരാജയപ്പെട്ടു. വിക്ഷേപണത്തിന് ശേഷം മൂന്നാം ഘട്ടത്തിലുണ്ടായ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളാണ് ദൗത്യം പരാജയപ്പെടാൻ ഇടയാക്കിയത്. എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കുമെന്നും തിരിച്ചുവരുമെന്നും ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ പറഞ്ഞു. 5, 4, 3, 2, 1, 0. കൃത്യമായ തയ്യാറെടുപ്പുകൾ, പിഴവില്ലാത്ത ലോഞ്ചിങ്. EOS-09 എന്ന ഉപഗ്രഹവുമായി PSLV C61 കുതിച്ചു പൊങ്ങിയ ശേഷമുള്ള ആദ്യ 2 ഘട്ടങ്ങളും വിജയം. പക്ഷേ മൂന്നാം ഘട്ടത്തിലുണ്ടായ അപ്രതീക്ഷിത പ്രശ്നങ്ങൾ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും നശിപ്പിച്ചു. ഇന്ത്യയുടെ 101ാം ഉപഗ്രഹ വിക്ഷേപണം പരാജയപ്പെട്ടുവെന്ന് ISRO അറിയിച്ചു. ദൗത്യം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കും. ശക്തമായി തിരിച്ചുവരുമെന്നായിരുന്നു ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ പറഞ്ഞത്. Third stage motor started perfectly, but during the functioning of the third stage, we are seeing a observation, and the mission could not be accomplished. After analysis, we shall come back. Thank you. ISROയുടെ ഏറ്റവും വിശ്വസ്തമായ ഉപഗ്രഹ വാഹനമാണ് PSLV. ഇതുവരെ ഏറ്റെടുത്ത 63 ദൗത്യങ്ങളിൽ 59ഉം വിജയം കണ്ട ചരിത്രമാണ് PSLVക്കുള്ളത്. ഇത്തവണത്തെ പരാജയത്തിൽ നിരാശ കാണേണ്ടതില്ലെന്ന് ISRO അറിയിച്ചു. ഭൗമ നിരീക്ഷണം, കൃഷി, വനം, ദേശസുരക്ഷ തുടങ്ങിയ പഠനങ്ങൾ പ്രവർത്തന ലക്ഷ്യമാക്കി വിക്ഷേപിച്ച EOS-09 ഉപഗ്രഹത്തെയാണ് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കാതെ പോയത്. പരാജയങ്ങളിൽ നിന്ന് കുതിച്ചുയർന്ന വലിയ വിജയഗാഥകൾ രചിച്ചിട്ടുള്ള ചരിത്രം ഇന്ത്യയുടെ ISROയ്ക്കുണ്ട്. എന്നും നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ ISRO വീണ്ടും തിരിച്ചുവരുമെന്നുള്ള കാര്യത്തിൽ 140 കോടി ഇന്ത്യക്കാർക്ക് ഒരു സംശയവും ഉണ്ടാവില്ല. ന്യൂസ് ഡെസ്ക്, News 18. ഇനി